കഷ്ടപ്പെട്ട് ഇത്രയും വലിയ എല്ലും മേടിച്ചിട്ടിട്ടേ സൂപ്പർ കറിയുന്നു. സൂപ്പർ എന്ന് പറഞ്ഞില്ലേ, ഇഷ്ടപ്പെട്ടില്ലേ? വീഴല്ലേ പൊന്നേ, ആ കല്ലില് ചവിട്ടി. ചില അഭ്യാസങ്ങൾ അറിയാവുന്നതുകൊണ്ട് പിടിച്ചു നിന്ന്. ചില അഭ്യാസങ്ങൾ അറിയാവുന്നതുകൊണ്ട് പിടിച്ചു. അഭ്യാസം. കിട്ടിയാ? കിട്ടി, ബോധിച്ചു. ഒട്ടും വെയിറ്റ് ഇല്ല. ഒട്ടും വെയിറ്റ് ഇല്ല. ഒട്ടും വെയിറ്റ് ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മളെ രണ്ടുപേരും പറഞ്ഞു വിട്ടു. ബുദ്ധി ഭയങ്കര ബുദ്ധി. ആർക്കാ മാളു കാഞ്ഞ ബുദ്ധി? അമ്മായിക്കല്ലേ മാളു? അമ്മായിയല്ലേ ഇപ്പൊ ഇങ്ങനത്തെ ഐഡിയ പറഞ്ഞ? ഞാനാണോ പറഞ്ഞേ? അതുകൊണ്ടാണ് നിങ്ങളെ പറഞ്ഞു വിട്ടത്. അവള് നിക്കാ പഠിച്ച ആളാ അമ്മായി. ഇനി വേണമെങ്കിൽ ഞാൻ ഇത് ശരിയാക്കാം. അപ്പൊ ഞാനത് പോയി കഴിവായിരുന്നു. ബുദ്ധിപൂർവമായ കൈനീട്ടം. അല്ല, അത് അമ്മായി ഇരുന്നോട്ടെ, പാവം നടന്നു വന്നതല്ലേ. ഇത് ഇരുന്ന് ചെയ്യാനില്ലേ, അത് പണിയുള്ളതല്ലേ. എനിക്ക് പണിയൊന്നും തോന്നണ്ട. അയ്യോ, നിനക്ക് കളർ ചെയ്യുമ്പോ ഈ ഒരു ക്ഷീണവും നമ്മൾ ആരും കണ്ടിട്ടില്ലല്ലോ. ചെറിയ കഷ്ണമാക്കി എടുക്കാം. ചെറിയ കഷ്ണം, തീരെ ചെറുതാക്കണ്ട അമ്മായി. നമുക്ക് അന്ന് നമ്മൾ മുറിച്ചത്. അതെ അതെ അതെ, തീരെ ചെറുതാക്കണ്ട. ഇതെടുക്കണ്ടേ? അത് വെയിറ്റ് ഇല്ലല്ലോ, നീ എടുത്തോ. വാളും പരിചയം കൊടുക്കാൻ നിനക്ക് വെയിറ്റ് ഇല്ലല്ലോ. ഒരു പാത്രം എടുത്തോണ്ട് വരണേ. ഷോൾഡർ നീ പോയിട്ടേ വെള്ളം എടുക്കണ്ട. ഞാൻ പാത്രം കൊടുത്തേച്ചിട്ട് വരാം. കൊടുത്തയക്കാൻ പോണോ? എങ്ങോട്ട്? ചേച്ചി അല്ല, അമ്മായിക്ക് ചേച്ചിക്ക്. എനിക്ക് ആദ്യം കൊണ്ടുവാ. വെള്ളം ആദ്യം കൊണ്ട്, വെള്ളവും പാത്രവും കൊണ്ടുവാ, രണ്ടും കൊണ്ടുവാ. പാത്രം കൊണ്ടോ ചേച്ചിക്കാ? എനിക്കാണ് ആദ്യം വേണ്ടത്. ഇതാ അടച്ചു. ഇനി പോട്ടാ. ആവശ്യം മാളു. ഓ, അമ്മായിക്ക് പാത്രം കൊടുത്തു കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ വെള്ളം എടുത്ത് തന്നെ വാ. ഞാൻ പോണോ നിക്കണോ? മക്കള് പോയി എന്തെങ്കിലും സഹായിച്ചോളൂ ചേച്ചിക്ക്. എന്താ വെള്ളം? ചോദിച്ചോ.
മാളു ഓ ആ ഇറച്ചി എടുത്തോണ്ട് വരണേ. ആ കൂടെ മൂടിയും കൊണ്ടുവന്നേരെ. എന്താ വെച്ചോ, സമയം പെടുക്കും. വെള്ളം ഒഴിച്ച മാളു. ഇവിടെ കൂടെ വെള്ളം ഒഴുകി. നീ ആ ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് എടുത്ത് ചതച്ചേ. നോക്കാം. മതി വേണം. ഇത് എടുക്കണ്ടേ? ഇത് ചെയ്യണ്ടേ? ഇട്ടല്ലോ നീ, കുറച്ച് വെളുത്തുള്ളി ഇട്ടു. ആ എന്നാ ഇട്ടോ, എന്നാ കേട്ടോ. ഇത് നടുക്കിടേ. നമുക്കതിൽ കഴിച്ചിട്ട് വരാം. ആ അയ്യോ അമ്മ ഇവിടെ ഇരിക്കും. അമ്മ ഇവിടെ നോട്ടെ. എൻ്റെ ബ്ലൗസിൻ്റെ ഇല്ലല്ലേ, മാച്ചിങ് അല്ലല്ലേ? എൻ്റെ ആയിരുന്നു മാച്ച്. ഇത് നമ്മൾ പണ്ട് 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 ഒഴിക്കുന്നത്. അത് ചുമപ്പ്, ഇത് വൈറ്റ് ആണല്ലേ? ഇത് വെള്ള. ആ നമ്മൾ ചുണ്ടൊക്കെ ചുമന്ന്. ഇത് ബീട്രൂട്ട് കഴിച്ചല്ലോ. അമ്മായി കഴിച്ചിട്ടുണ്ടോ ഇത്? അമ്മായിക്ക് കൊടുത്ത ഫസ്റ്റ്. അല്ല, ഇത് മൊത്തത്തിൽ തരാമെന്ന് ചോദിച്ചതാ. ഇനി അമ്മായിക്ക് ഈ രുചി ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് മുറിച്ച് തന്നാൽ മതി. മതിയാ? എനിക്ക് കടിച്ചു കഴിക്കാനാണ് ഇഷ്ടം. വികാരമില്ലാത്തൊരു ഫ്രൂട്ട് അല്ലേ? ആ, എന്താണ് ഇതിന്റെ രുചി എന്ന് പറയാൻ പറ്റാത്തൊരു ഫ്രൂട്ട്. കൊണ്ടുവന്നോ? തേങ്ങ തരും. ഇട്ടോ അമ്മായി? അതിനകത്ത് അമ്മായി ഇനി ഒരു കാര്യം ചെയ്യോ? നമ്മുടെ പട്ട, ഗ്രാമ്പു, ഏലക്ക ഇതൊക്കെ ഒന്ന് എടുക്കുവോ? മസാല കൂട്ടെല്ലാം അതെല്ലാം അവിടെ അല്ലേ? അവിടെ അവിടെ. മാളുവേ, ഓ കത്തി ഒന്ന് എടുത്തോണ്ട് വന്നേ. എന്റെ കൈക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്റെ കയ്യിൽ നിന്നെല്ലാം തെന്നിപ്പോടും. ഞാൻ വിചാരിച്ചേ എന്തെങ്കിലും ഓട്ട ഉണ്ടെങ്കിൽ. ഓട്ടയുള്ള കൈ. ഓട്ട ഉണ്ടാന്ന് നോക്കിയാൽ എൻ്റെ കൈ. കത്തിച്ച മാളു നന്നായിട്ട്.
ഇവിടെ നിൽക്കുന്ന അപ്പുറത്ത് നിൽക്കുന്ന പുറത്ത് ഇളക്കണം. ഇളക്ക്. ഓ, രണ്ട് ഭാഗത്തൊന്നും പോകാം അല്ലേ? എനിക്കിപ്പോൾ ഒരു ഭാഗത്തു നിന്നേ ഉള്ളൂ. രക്ഷപ്പെട്ടു. അയ്യോ ചേച്ചി, ഇനി ഇത് വരണ്ടല്ലോ. ഇനി വേണ്ടല്ല. പച്ചക്ക് പച്ചക്ക്. പട്ടയും ഗ്രാമ്പും. പട്ട, ഗ്രാമ്പു, ഏലക്ക പൊടി. ഏലക്ക പൊടിയായി പോയല്ലേ? ഇത്ര മതി. ആ, നീ ഇളക്കിക്കോ. ഞാനേ അടുത്ത് ഇടട്ടെ, പൊടികൾ ഇടട്ടെ. ഇത് മല്ലിപ്പൊടിയാ മോളെ? അല്ല, ഇത് ഗരം മസാല. ആദ്യം ഇട്ടത് മല്ലിപ്പൊടി. മൂത്ത മണം വന്നിട്ടുണ്ട് അമ്മായി? മണം വന്നാ? ഇല്ലല്ലോ. ശകലം വരണ്ടല്ലേ? വരണ്ടല്ലേ? മാളുവിന് വന്നാ മണം? എന്നാ അടുപ്പ് ഓഫാക്കിക്കാം. അയ്യോ, അടുപ്പ് ഓഫാക്കണ്ട, നമുക്കിനി കപ്പ വയ്ക്കണം. കപ്പ വേകുമ്പോഴേക്കും നമുക്കിത് അരച്ചെടുക്കാം. അമ്മായി, അമ്മായി കപ്പ അടുപ്പത്ത് വെച്ചേക്കോ. ശരി. ഞാൻ ചെയ്യാം. ഭഗവാനെ, ഇതുകൊണ്ട് നീക്കേ. നിങ്ങളല്ലേ. അതൊക്കെ ചതഞ്ഞ് പൊക്കോളൂ. നീ ആദ്യം അയ്യൻ്റെ പോന്നെ കൈ വെച്ച് ഓടിപ്പിച്ച ഇട്ടരക്കി. വെറുതെ നീ അങ്ങനെ കാണിച്ചുകൊണ്ടിരുന്നാൽ മതി. താനെ വരും. നീ അതിൻ്റെ പൊക്കത്തോട്ടൊന്നും കയറ്റി വെക്കുകയൊന്നും വേണ്ട. ഓ, അങ്ങനെയാ? ഇത്രയും നാളെ നീ പിന്നെ എന്താ കണ്ടുപിടിച്ചേ? നീ കറക്കൊന്നും വേണ്ട, തന്നെ കറങ്ങിക്കോളൂ. അത് നീ വെറുതെ അരച്ചാൽ മതി. എന്നിട്ട് അരയ്ക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇതിങ്ങനെ കയറ്റി കയറ്റി കൊടുത്താൽ മതി. അപ്പോൾ അതങ്ങ് പൊയ്ക്കോളും. വേണ്ട, ഇതൊന്നും പോളല്ലോ അങ്ങോട്ട്. അത് ശരിയാവും. കുറേശ്ശെ ശരിയാവും. മാറേൻ്റെ പൊന്നുമോള് ഇനി കുറച്ചും കൂടെ കണ്ടുപിടിക്കേ കേട്ടോ. കൂട്ടുണ്ട്. എന്ത് തവയോ? ഇത് ഇളക്കാനുള്ള പാട. ഇനി ഇതൊന്ന് തിളച്ചൊന്ന് കുറുകി വരുമ്പോൾ നമുക്ക് കപ്പയിടാം. ഇതൊന്ന് തിളക്കട്ടെ. ഇപ്പൊക്കെ നോക്കട്ടെ. കുറച്ചുകൂടി ഉപ്പാവാ അല്ലേ? ഉപ്പ് വേണം. കപ്പയിൽ ഉപ്പ് എങ്ങനെയാ? അതിന് ഒരു മിനിമേ ഉള്ളൂ. ആണല്ലേ? അപ്പം ഇതിലിട്ടിട്ടുണ്ട്. കണ്ടമാനം വേണ്ട. കണ്ടമാനോ?
ഇപ്പം തന്നെ ആവും തിളക്കട്ടെ. എൻ്റെ അമ്മ മാളു, നീയും അമ്മായും പോയിട്ട് നമ്മുടെ ടേബിളൊക്കെ സെറ്റ് ചെയ്തോ. ഞാനിത് കുഴച്ചെടുത്ത് കൊണ്ടുവരാം കേട്ടോ. ആ ശരി ശരി. നമ്മൾ അന്ന് ഇതേപോലെ കഴിച്ചപ്പോൾ അമ്മായി ഉണ്ടായിരുന്നോ? ഇല്ല ഇല്ല. എല്ല് കഴിച്ചു. അന്ന് കപ്പയല്ലായിരുന്നു, വെറുതെ. ആ നാഗസ്വരം പാട്ട്. ചേച്ചി എങ്ങനെയാണ്? ചേച്ചി ഇപ്പൊ കഴിക്കുന്ന രീതി നോക്കും. ചേച്ചി പൊളിയായിട്ട് കഴിക്കും. വന്നും കഴിഞ്ഞ് പോയും കഴിഞ്ഞ് മോളെ. കഴിച്ച രസം നോക്ക്. എനിക്ക് ഞാൻ ഉദ്ദേശിച്ചതൊന്നും കിട്ടിയത് സന്തോഷമാണ്. അന്നുണ്ടല്ലോ നമുക്ക് അറിഞ്ഞൂടെ എങ്ങനെ കഴിക്കണമെന്ന്. ചേച്ചിയോട് അമ്മാതി തട്ടായിരുന്നു. അതാണ് ഇപ്പൊ സന്തോഷം അങ്ങനെ ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്. ശരിക്കും കുഴൽ പോലെ ഇരിക്കുന്ന എല്ലിലാണ് ഇങ്ങനത്തെ കിട്ടണം. ആണ് ഇതിലുണ്ട്. പഴന്ന എല്ലില്ല, ഈ എല്ലില്ല. അതിലുണ്ട് അമ്മായി അവിടെ. ചൂട് തണുക്കട്ടെ. കപ്പയുടെ ടേസ്റ്റ് ഉണ്ട് കഴിഞ്ഞ വരില്ല. കപ്പയുടെ ടേസ്റ്റ് ഇപ്പം ഞാൻ കപ്പ എന്നോണ്ടിരിക്കല്ലേ, എന്നിട്ട് അത് കഴിക്കുമ്പം കപ്പയുടെ ടേസ്റ്റും ടേസ്റ്റ് പോകുന്ന. അപ്പം അത് കഴിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും കപ്പ കഴിക്കാൻ പാടില്ലേ? അമ്മായി നല്ല കറി. കഷ്ടപ്പെട്ട് ഇത്രയും വലിയ എല്ലും മേടിച്ചിട്ടിട്ടേ ആ സൂപ്പർ കറിയുന്നു. ഇത് സൂപ്പർ എന്ന് പറഞ്ഞില്ലേ, ഇഷ്ടപ്പെട്ടില്ലേ? നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ഒരു ചൂട് കട്ടണം കൂടി കുടിക്കാം. എന്നിട്ട് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാം. കഴിച്ച് കഴിച്ചിട്ട്